4 പേരിൽ രണ്ടാമത്തെ ആൾ, അതിൽ ഞാൻ പറഞ്ഞു ഒരു ആക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻസ് വരുമ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം. അയാളുടെ ആകാരസൗഷ്ഠവം അല്ലെങ്കിൽ അയാളുടെ ഫിസിക്കും അപ്പിയറൻസും ഒക്കെ അങ്ങനെ തന്നെ ആയിരിക്കണം. അങ്ങനെയാണ് പത്മകുമാറിലേക്ക് എത്തുന്നത്. കുറേ അധികം ഫോട്ടോഗ്രാഫ്സ്, കുറേ അധികം കുട്ടികൾ അവിടെ ഞങ്ങളുടെ പനമ്പള്ളിനാറിലുള്ള വീട്ടിൽ വന്ന് ഓഫീസിൽ വന്നിരുന്നു, കണ്ടു. എന്നാലും നമ്മളുടെ മനസ്സിൽ ആരും അങ്ങോട്ട് തൃപ്തി വന്നില്ല. ഞാൻ നേരത്തെ നോട്ടീസ് ചെയ്ത ഒരാളുണ്ടായിരുന്നു, കൊളോണിയ ഡിസൈനർ അല്ലെങ്കിൽ കൊളോണിയയുടെ പോസ്റ്റർ ഡിസൈനിങ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന പത്മകുമാറിനെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പത്മകുമാർ ഞങ്ങൾ തിളക്കം മുതലുള്ള തിളക്കത്തിൻ്റെ ആ സറൗണ്ടിങ്സിൽ ആ സമയത്തുള്ള സിനിമകളിലൊക്കെ ഞാൻ കൊളോണിയുടെ അടുത്ത് ചെല്ലുന്ന സമയത്ത് അവിടെ ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അവൻ്റെ ചലനങ്ങളും അവൻ്റെ അപ്പിയറൻസും എനിക്ക് വളരെ ഒരുപാട് പ്രത്യേകത ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. നല്ല ഫിസിക്കലി ഫിറ്റാണ്, അതേപോലെ അധികം സംസാരിക്കുന്നില്ല, ഭയങ്കര ഒരു പെക്യുലർ ലുക്കൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പപ്പനും, ഞങ്ങൾ പപ്പനാണ് സ്നേഹത്തിൽ വിളിക്കുന്നത്, പപ്പനും സിനിമയിൽ അവരിങ്ങനെ ആഗ്രഹമുണ്ട് എന്നെനിക്കറിയാം. അങ്ങനെ ഞാൻ സാബിനോട് പറഞ്ഞു നമുക്ക് ആ ക്യാരക്ടർ പപ്പനെ ഒന്ന് ഇൻവൈറ്റ് ചെയ്താലോ. അങ്ങനെയാണ് പത്മകുമാറിനെ നമ്മൾ ഇതിലേക്ക് വിളിക്കുന്നത്. അപ്പോൾ പത്മകുമാർ ശരിക്കും എക്സൈറ്റഡായി, കാരണം ഒരിക്കലും ഇത്രയും ലീഡാണല്ലോ, 4 പേര് ഒരു ഹീറോയെ പോലെ തന്നെയാണ് അഭിനയിക്കുന്നത്. പ്രത്യേകിച്ച് അവൻ്റെ അതിനകത്ത് കുറേ സീക്വൻസസിൽ അവൻ്റെ ബെയർ ബോഡി അല്ലെങ്കിൽ അവൻ്റെ ഫിസിക്കൽ ഫിറ്റ്നസ് അതൊക്കെ കാണിക്കാൻ വേണ്ടിയുള്ള തരത്തിലുള്ള ഫ്രെയിംസൊക്കെ ഉണ്ട്, ഡംബൽസൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നതും, അതുപോലെ ചില സിറ്റുവേഷൻസിൽ അവൻ റിയാക്ട് ചെയ്യുന്ന രീതി, ഇതൊക്കെ വളരെ പ്രത്യേകത ഉള്ളതാണ്. പപ്പൻ 4 പേരുടെ നടന്നു വരുന്ന കൂട്ടത്തിലും പപ്പൻ നല്ല ഹൈറ്റാണ്. പപ്പൻ്റെ ആ ഫീച്ചേഴ്സ് ഈ സിനിമയിൽ വളരെയധികം എനിക്ക് തോന്നുന്നു ഹെൽപ്പ് ചെയ്യുകയില്ല, അതിനോട് ചേർന്ന് നിൽക്കുകയാണ്. അപ്പം 4 പേരുടെ വൈവിധ്യങ്ങൾ, ഓരോ കഥാപാത്രങ്ങൾക്കും ഓരോ മൂഡാണ്. അപ്പം ഈ സമൂഹത്തിലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച, അല്ലെങ്കിൽ ഒരു കാലം ഒരുപക്ഷെ നമ്മൾ രാജൻ്റെ കഥ പോലെ, അല്ലെങ്കിൽ എപ്പോഴോ പോലീസ് പീഡനം കൊണ്ട് മരിച്ചുപോയ ഒരു കഥാപാത്രത്തിൻ്റെ, അല്ലെങ്കിൽ ആ ഒരു അച്ഛൻ്റെ, അല്ലെങ്കിൽ ആ വീട്ടിൽ ബന്ധമുള്ള ഒരു കുട്ടി, ആ വീടുമായി ബന്ധമുള്ളൊരു കുട്ടി, അല്ലെങ്കിൽ ചാലിയാർ പുഴയിലെ വിഷം, അല്ലെങ്കിൽ അതുപോലെ എൻഡോസൾഫാനെതിരെ ഒക്കെ ഫൈറ്റ് ചെയ്ത, അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് ക്യാൻസർ ബാധിച്ച് മരിച്ചുപോയൊരു വ്യക്തിയുടെ മകൻ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ക്യാരക്ടേഴ്സാണ്. പാർട്ടിക്ക് വേണ്ടി ജീവിതകാലം മുഴുവൻ പാട്ടുപാടി അവസാനം ശബ്ദം നഷ്ടപ്പെട്ട് മരിച്ചുപോയ ഒരു വ്യക്തിയുടെ മകൻ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് റിഫ്ലക്ഷൻസ് നമ്മൾ മലയാള അന്തരീക്ഷത്തിൽ നിന്ന്, അല്ലെങ്കിൽ കേരള രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷത്തിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ചാലിയാർ ദുരന്തത്തിൻ്റെ ഒരു എക്സ്പ്രഷൻ ഈ കഥാപാത്രത്തിലൂടെയാണ് നമ്മൾ കാണിക്കുന്നത്. പത്മകുമാർ കഥാപാത്രം അഭിനയിക്കാൻ വരുമ്പോൾ പപ്പൻ ഇത്രയും ഒരു വേരുകളുള്ള ഒരു കഥാപാത്രമാണെന്ന് പപ്പൻ അത്ര അറിയില്ല, എങ്കിൽ കൂടെ അറിയാതെ പപ്പൻ ഇതിലേക്ക് മാറുന്നത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. മലയാളത്തിൽ അഭിനയിച്ചു കഴിഞ്ഞ് തമിഴും തെലുങ്കും ഒക്കെ അഭിനയിക്കുമ്പോൾ ഇതേ കാസ്റ്റിംഗ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അവിടെയും തെലുങ്കിലും ഈ കഥാപാത്രത്തിൻ്റെ, അല്ലെങ്കിൽ പപ്പൻ ചെയ്ത ക്യാരക്ടറൊക്കെ നമുക്ക് വേറൊരാളെ നമുക്കൊരു ഓപ്ഷൻ തോന്നിയിട്ടില്ല. അങ്ങനെ ഫോർ ദ പീപ്പിളിൻ്റെ രണ്ടാമത്തെ കഥാപാത്രം ഈ 4 പേരിൽ ഏറ്റവും അത്യാവശ്യം അടിക്കണം, അല്ലെങ്കിൽ എന്തും ഹാൻഡിൽ ചെയ്യാൻ കഴിയും എന്നൊരു കപ്പാസിറ്റിയുള്ള കഥാപാത്രമായിട്ട് സമൂഹത്തിലെ വലിയ ദുരന്തങ്ങളുടെ ഒരു ദൃക്സാക്ഷിയായി ഇന്നും ബാക്കിയുള്ള കഥാപാത്രത്തെ അവതരിപ്പിച്ച പത്മകുമാർ.